1971 മുതൽ ഏതാണ്ട് 39 വർഷക്കാലമായി ഒരുപാട് കലാകാരന്മാർ മലയാള സിനിമയിൽ വരുന്നതും വളരുന്നതും തളരുന്നതും തകരുന്നതും ഒക്കെ കണ്ട് മലയാള സിനിമയുടെ കഴിഞ്ഞ 39 വർഷത്തെ ചരിത്രത്തോടൊപ്പം നടന്ന ഒരു കലാകാരൻ, ഒരു പത്രപ്രവർത്തകൻ, PRO, ഫോട്ടോഗ്രാഫർ, ചലച്ചിത്ര പത്രപ്രവർത്തകൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ച മലയാള സിനിമ മദ്രാസിലുണ്ടായിരുന്ന കാലത്ത് ഓരോ മലയാള ചലച്ചിത്ര പ്രവർത്തകനും ഒഴിച്ചുകൂടാൻ വയ്യാത്ത സുഹൃത്തായിരുന്ന ശ്രീ ഹരി നീണ്ടകര, അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ 71 തൊട്ട് ഉള്ള 39 വർഷങ്ങളിൽ എന്താണ് ഏറ്റവും രസകരമായിട്ട് ഓർക്കുന്ന കാര്യം? ഞാനിവിടെ വരുന്ന സമയത്ത് സത്യൻ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ സത്യനെ നേരിട്ട് കാണാൻ എനിക്ക് പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കൽപ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ആറ്റോമിക് പവർ പ്രോജക്റ്റിലാണ് ഞാനൊരു തൊഴിലാളിയായിരുന്നു. അതായത് ലാസൻ ആൻഡ് ടൂപ്രോയുടെ കീഴിലുള്ള ECC എന്ന് പറയുന്ന കമ്പനിയിൽ ജോലിക്കാരനാണ്. അതായത് ഞാൻ ഇലക്ട്രീഷ്യനാണ് അവിടെ. അപ്പോൾ ഈ സിനിമയോടുള്ള കമ്പം കൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് അവിടെ അവധി കിട്ടും. ആ സമയത്ത് ഞാൻ ചെന്നൈയിൽ വരും. ചെന്നൈയിൽ വന്ന് പല ആൾക്കാരെയും കാണുന്ന അങ്ങനെ ഒരിക്കൽ വന്നപ്പോഴത്തേക്ക് സത്യം മാസ്റ്റർ കാണുമെന്ന് തോന്നി. പക്ഷേ അദ്ദേഹത്തിനെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ ഇവിടുന്ന് അടുത്ത ദിവസം വെളുപ്പിലെ ഇവിടുന്ന് തിരിച്ചങ്ങ് പോയി. എൻ്റെ ലീവ് കഴിഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്ക് നോക്കുമ്പോൾ തമിഴ് പത്രത്തിൽ സത്യൻ മരിച്ച വാർത്ത കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു കഷ്ടമായി പോയി. അവിടെ ഇന്നത്തെ ജോലി ലീവില്ലായിരുന്നെങ്കിൽ, ലീവ് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ചെല്ലുമ്പോഴത്തേക്ക് അവർ ശിക്ഷിക്കും. സാരമില്ലായിരുന്നു, അവിടെ നിന്ന് അദ്ദേഹത്തിനെ കാണേണ്ടതായിരുന്നു എന്ന്. പക്ഷേ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ പ്രേംനസീർ, മധു, ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ സത്യൻ കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രേംനസീർ, മധുവാണ്. അതിന് ശേഷം വന്നവരാണ് ഈ പറഞ്ഞ സുകുമാരനായാലും അത് അന്നും രാഘവനും സുധീറും വിൻസെൻറ്റും ഉണ്ട്. അവരാണ് ഇവർക്ക് തൊട്ട് താഴെ നിൽക്കുന്നവർ. അപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെ പക്ഷമായിരുന്നു. എന്തായിരുന്നു ആദ്യഘട്ടങ്ങളിൽ? എങ്ങനെയായിരുന്നു ഏതൊക്കെ പത്രങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യകാലത്ത്? ഈ കോട്ടയത്തുനിന്ന് സിനിമാ മാസിക, ചിത്രരമ, അങ്ങനെ 2 മാസം ഒരു മാസികയും ഒരു വാരികയും, ഇത് വളരെ പ്രസിദ്ധമായ പ്രസിദ്ധീകരണങ്ങളായിരുന്നു. പിന്നെ എറണാകുളത്തുനിന്ന് ഒരുപാടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ചിത്രകൗമുദി, അത് അദ്ദേഹം എന്നേക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ നടത്തിക്കിട്ടിരുന്ന MD ജോർജ്, അതായത് നിർമ്മാതാവായി ഡിസ്ട്രിബ്യൂട്ടറൊക്കെ ആയിരുന്നു MD ജോർജ്. പക്ഷേ അതിൻ്റെ എഡിറ്റർ പുരുഷൻ ആലപ്പുഴ, അത് എൻ്റെ വലിയൊരു സുഹൃത്തായിരുന്നു. അതുകൊണ്ട് ആ പത്രത്തിന് വേണ്ടിയിട്ട് പിന്നീട് ഫിലിം, അതായത് T വാസുവിൻ്റെ ജ്യേഷ്ഠൻ നടത്തിയിരുന്ന ഫിലിം, പിന്നീട് ചന്ദ്രലേഖ, അതായത് ഭാസ്കരൻ നായർ നടത്തിയിരുന്ന ചന്ദ്രലേഖ, അതുപോലെ മൂവി എന്ന് പറഞ്ഞാൽ ബഷീറിൻ്റെ മൂവി, അതുപോലെ തന്നെ ഗീത, കൊട്ടാരക്കര ഷെരീഫിൻ്റെ ഗീത, ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നടന്നു വരുന്ന ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട്. പക്ഷേ ഇത് റെഗുലറായിട്ട് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്ന ഇതിനൊക്കെ ഞാൻ എഴുതുമായിരുന്നു. ഇതിനെല്ലാം എഴുതും. അതിനൊന്നും പ്രതിഫലത്തിന് വേണ്ടിയല്ല, കാര്യം അവർക്കൊന്നും പ്രതിഫലം തരാൻ പറ്റിയ സ്ഥാപനങ്ങളല്ല. പക്ഷേ ഇവിടെ നമുക്ക് നമ്മളെ ഏൽപ്പിക്കുന്ന PRO പണി ചെയ്യുമ്പോഴത്തേക്ക് അവർ വളരെ 24 പോയിൻറ്റിലൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ഒക്കെ വലിയ ടൈപ്പൊക്കെ ഇട്ട് ഇത് ചെയ്തു തരുമ്പോഴത്തേക്ക് ഇത് പ്രൊഡ്യൂസർക്കും ഡയറക്ടറും കാണുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. സുകുമാരൻ, സോമൻ, അവരും വന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ ഈ പറഞ്ഞ ചെറുപ്പക്കാരൊക്കെ പഴയ ആൾക്കാരൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ആ രീതിയിൽ സംസാരിക്കണം. അവർക്കും വലിയ കാര്യമാണ്. അത് കഴിഞ്ഞാണ് ജയൻ വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് പല ആൾക്കാർ ഒരുപാട് പേര് വന്നും പോയിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും നമുക്ക് പക്ഷേ മനസ്സിൽ എവിടെയെങ്കിലും ഒന്ന് തൊട്ട ആൾക്കാരെ കുറിച്ചല്ലേ നമുക്ക് പെട്ടെന്ന് പറയാനൊക്കത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ കല, അതിനെ നമ്മൾ അനുമോദിക്കുക, അഭിനന്ദിക്കുക, അതിനെക്കുറിച്ച് കഴിവുണ്ടെങ്കിൽ എഴുതുക. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മറ്റാളുകളായിരുന്നു ചേട്ടന് വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. അതെ മറ്റാൾക്കാരെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഒരുപാടൊന്നും ചെയ്യിച്ചില്ല ഞാൻ. കാരണം ഞാൻ കൂടുതലും ഈ പ്രൊഡ്യൂസർമാർ തരുന്ന പടങ്ങളുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് എഴുതാം. പിന്നെ എനിക്ക് പോരാ, ഇതിനൊരു ഒരു പ്രത്യേക തനിമ, അതായത് നമ്മൾ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയത്തില്ലേ, ഇത് വേണം എന്നുള്ളത് വന്നപ്പോഴത്താണ് ഞാൻ എഴുതുന്ന മാറ്ററിന്
ഞാൻ ഉദ്ദേശിക്കുന്ന പടവും വയ്ക്കണം, എങ്കിലേ എന്നെക്കുറിച്ച് എൻ്റെ എഴുത്തിൻ്റെ സത്യസന്ധത മറ്റുള്ളവർ മനസ്സിലാക്കൂ എന്നുള്ള വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഒരു പഴയ ക്യാമറ വാങ്ങി. ആദ്യമായിട്ട് ഞാനൊരു ഏത് ക്യാമറയായിരുന്നു? അത് വളരെ തമാശയാണ്, അത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവുന്നതല്ല. യാഷിക എ എന്ന് പറയും. അതായത് അതിൻ്റെ പുറകുവശം നമ്പർ ഈ നമ്മൾ വീല് തിരിക്കണം. ഫിലിം ഇങ്ങനെ തിരിച്ചുകൊണ്ട് പുറകിൽ നോക്കിക്കണം. പുറകിലൊരു ദ്വാരം ഉണ്ടാവും. ആ ദ്വാരത്തിൽ കൂടെ നോക്കി നമ്പർ നോക്കിക്കണം. നമ്മൾ എടുത്ത ശേഷം എടുക്കുന്ന ആ വേഗത്തിലാണ്, ആ സ്പിരിറ്റിലാണ് നമ്മളങ്ങ് വീണ്ടും എടുത്തതെങ്കിൽ എടുത്തതിൻ്റെ പുറത്ത് തന്നെ ഇത് എടുത്തുകൊണ്ടേയിരിക്കും. അവസാനം പടം പിന്നീടായിരിക്കും അയ്യോ എടുത്തതിൻ്റെ പുറത്തല്ലേ, അപ്പം പിന്നെ ആദ്യം മുതൽ വീണ്ടും എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഗുരുവിനെ കിട്ടി ഈ ഫോട്ടോഗ്രാഫിയിലാണ്. വി സത്യമൂർത്തി എന്ന് പറയും. ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ ഈ നടികളുടെ വീട്ടിലെല്ലാം ഫോട്ടോ എടുക്കാൻ പോകും. ഈ നടികളെല്ലാം അപ്പോയിൻമെൻറ്റ് വാങ്ങുന്നത് ഞാനാണ്. അങ്ങനെ കാര്യം അറിയില്ല. ഞാൻ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഫോട്ടോ എടുക്കും. കളർ ട്രാൻസ്പെറൻസി എടുക്കുന്നത് ആ കാലത്ത്. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കും. അങ്ങനെ ഞാൻ ഇതിൻ്റെ ടെക്നിക്കുകളെ കുറേയൊക്കെ പഠിച്ചു. നന്നായിരിക്കുന്നല്ലോ പടം എന്ന് പറഞ്ഞ് എൻ്റെ പടങ്ങൾ കേരളത്തിലെ കോട്ടയത്തെ പ്രസിദ്ധീകരണങ്ങളെല്ലാം എൻ്റെ ഫോട്ടോസ് മത്സരിച്ച് വാങ്ങുമായിരുന്നു. ആദ്യമായിട്ട് പിയറോ ആയിട്ട് ജോലി ചെയ്ത പടം ഏതാണ്? അത് അനന്തശയനം എന്ന് പറയും. അതായത് അദ്ദേഹത്തിന് ആ കാലത്ത് ഇവിടെ സിനിമ, ഇവിടുത്തെ ചെന്നൈ സിനിമയിലുള്ള അവരെല്ലാം പുറത്തുള്ളവരാരും അറിയില്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സേതുമാധവ സാറിൻ്റെ പി ഭാസ്കരൻ്റെയൊക്കെ അസോസിയേറ്റ് ആയിട്ടിരുന്ന ഒരു കെ സുഗു എന്നാണ് പേര്. അപ്പം എന്തുകൊണ്ടാണ് അറിയാത്തതെന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഇന്നത്തെ മാതിരി ഈ പബ്ലിസിറ്റി ഇല്ല. അതായത് പ്രധാനപ്പെട്ട 2-3 നടീനടന്മാർ, സംവിധായകൻ, ഛായാഗ്രാഹകൻ, സംഗീത സംവിധായകൻ, നിർമ്മാതാവ്, ഇതല്ലാതെ വേറൊരാളുടെ പേര് എഴുതാൻ പാടില്ല, എഴുതൂല്ല ആരും. ഇന്നത്തെ മാതിരിയല്ല, എഴുതൂല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ എങ്ങനെ അറിയില്ല. അതുകൊണ്ടാണ് അസോസിയേറ്റ് ഡയറക്ടറെ അറിയാതെ പോകുന്നത്. അപ്പം ആ ഒരു എഴുത്തിന് കുറച്ചുകൂടെ മാറ്റം വരുത്തിയത് ഒരു സത്യം പറഞ്ഞാൽ ഞാൻ വന്നതിന് ശേഷമാണ്. കാര്യം എനിക്കിത് ശരിയല്ലെന്ന് തോന്നി. കാര്യം അവരിത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടറെ, എഡിറ്ററെയും ആർട്ട് ഡയറക്ടറെയും കൂടെ അതിനകത്ത് ചേർത്ത് ഒരു 3-4 വെക്കണേ. അതിനെന്നോട് വഴക്ക് പറഞ്ഞിട്ടുള്ള നിർമ്മാതാക്കളുണ്ട്. ഞാനത് അത്ര കാര്യമാക്കില്ല. കാര്യം അവരെ പേരും വരട്ടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഈ സുഗുവിൻ്റെ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടമാണ് അനന്തശയനം. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്ന കവികൾ 2 പേരാണ്. ഒന്ന് ശ്രീകുമാരൻ നമ്പി, 2 മങ്കമ്പു ബാലകൃഷ്ണൻ. ഇവർ 2 പേരെയാണ് ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അതിൽ മങ്കമ്പു ബാലകൃഷ്ണനായിട്ട് അധികം ഇപ്പം അടുപ്പമൊന്നുമില്ല, അദ്ദേഹം നാട്ടിലെവിടെയൊക്കെയാണ്. ശ്രീകുമാരൻ നമ്പി അന്ന് തുടങ്ങിയ കാലം മുതൽ, അന്ന് ഞാനിവിടെ സ്ഥിരതാമസമാക്കുന്നതിന് മുമ്പേ മുതൽ അദ്ദേഹമായിട്ട് ബന്ധമാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഇപ്പോൾ എഴുത്ത് കാര്യങ്ങൾ കുറച്ചിട്ടുണ്ട്. അതെ, ഞാനിപ്പോൾ എൻ്റെ ഭാര്യ 2005 എൻ്റെ ഭാര്യ മരിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയായിരുന്നു എൻ്റെ ഒരു ശക്തി. ഞാൻ ഭാര്യ എഴുതി തരുമെന്നല്ല പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ എൻ്റെ കാര്യങ്ങൾ നോക്കാനും എന്നെ നിയന്ത്രിക്കാനും ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ അത് വളരെ മഹത്തായൊരു ശക്തിയാണ്. അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തിനായത്, ആർക്ക് വേണ്ടിയായത് എന്നുള്ള ഇതായി. മാത്രമല്ല അപ്പോഴത്തേക്ക് ഈ 2005 എന്നൊക്കെ പറഞ്ഞാൽ അതിന് മുമ്പേ തന്നെ ഇവിടെ സിനിമകൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയി തുടങ്ങി. റെക്കോർഡിങ്ങും പൂജയൊക്കെ. റെക്കോർഡിങ് പൂജയാണല്ലോ ഞാൻ ഷൂട്ടിംഗ് അല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞാൽ റെക്കോർഡിങ് പൂജ. അപ്പം അതില്ലാതെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു നില വന്നു. ഹരിഹരൻ്റെ മക്കള് എങ്ങനെ? എൻ്റെ മോനെ അവന് ഈ ഇടയ്ക്ക് ഒരു 1.5 വർഷം ദുബായി ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ അവന് ജോലി ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് അവന് വീട്ടിൽ വന്നിരിക്കുക, വേറൊരു തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതാണ് സിറ്റുവേഷൻ. എൻ്റെ മോളെ ഒരു പയ്യൻ, ദുബായി ജോലിയുള്ളൊരു പയ്യൻ കല്യാണം കഴിക്കാൻ എല്ലാം നിശ്ചയം ചെയ്ത് വെച്ചിരിക്കുക. ഇനി നാടറിയാതെ കല്യാണം നടത്തണം. അപ്പോൾ അതിന് നമ്മൾ പിന്നെ ഒരു വീട് കെട്ടി, അതൊരു പണിതീരാത്ത വീടായിട്ട് കിടക്കുക. ഏതായാലും ഇനിയും ഒരുപാട് വർഷങ്ങൾ ഹരിച്ചേട്ടൻ പുതിയ ആളുകൾക്ക് പ്രചോദനമായി, പുതിയ ആളുകളുടെ മുന്നിലെത്തിക്കുന്ന ആളായി ദീർഘകാലം മുന്നോട്ട് പോകട്ടെ. ഹരിനീണ്ടകരയുടെ ചിത്രങ്ങൾ കാലത്തിന്റെ പകർത്തിവെപ്പുകളാണ്. മലയാള സിനിമ നട്ടെല്ലിൽ ഉണർന്ന് എഴുന്നേറ്റ് നടക്കാറായ പരിവർത്തന കാലത്തിന്റെ സാക്ഷ്യങ്ങൾ. ഇന്ന് ഹരിയേട്ടൻ സിനിമകളിൽ പഴയതുപോലെ സജീവമല്ല. എങ്കിലും ഒരിക്കലും മായ്ച്ചു കളയാനാവാത്ത ഓർമ്മകളുടെ ഛായാചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ കർമ്മകാണ്ഡം മലയാള സിനിമയ്ക്ക് അമൂല്യമായി തുടരുന്നു.